നമ്മുടെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിൻ്റെ മരണം ഏറെ വേദനാജനകമാണ്. നമ്മുടെ കുട്ടികൾക്കിടയിൽ, പ്രത്യേകിച്ച് പുതുതലമുറയ്ക്കിടയിൽ വളർന്നു വരുന്ന അരാജക പ്രവണതകൾ, മയക്കുമരുന്ന് മാഫിയയുടെ എല്ലാം സ്വാധീനത്തിൻ്റെ ഒരിരയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജൻ. വളരെ ഞെട്ടലോടുകൂടിയാണ് കേരള പൊതുസമൂഹം ഈ സമീപകാലത്ത് ഷഹബാസ് അടക്കമുള്ള വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ, പുതുതലമുറയുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളെ നോക്കിക്കാണുന്നത്. സത്യത്തിൽ ഷഹബാസ് ഉൾപ്പെടെയുള്ള ഇത്തരം സംഭവങ്ങൾ ഇരയാവുന്നവർ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന അരാഷ്ട്രീയ ജനാധിപത്യ വിരുദ്ധമായ ഒരു പുതിയ പ്രവണതയുടെ ഇരയാണ്. ഈ അരാഷ്ട്രീയ ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളെ ചെറുത്തു തോൽപ്പിക്കാതെ ഇത്തരം സംഭവങ്ങൾ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല എന്നതാണ് പൊതുസമൂഹമാകെയും ഇപ്പോൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിനെല്ലാം നമ്മൾ പല നിലയിൽ തന്നെ ഇപ്പോൾ വൈദ്യുത തലങ്ങളിൽ ഇതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്രോ ലെവലിൽ പരിശോധിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളും ഒപ്പം തന്നെ സിനിമകൾ ഉൾപ്പെടെ ഈ കാലത്ത് വരുന്ന പുതിയ കണ്ടന്റുകൾ തുടങ്ങി ഓരോ കുട്ടിയുടെയും കുടുംബ പശ്ചാത്തലം വരെയുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ഓരോ കുട്ടിയുടെയും ഇത്തരം തെറ്റായ സമീപനങ്ങൾ കാരണമാകുന്നത് നമുക്കറിയാം. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ അടുത്തിടെയായി ഉയർന്നു വരുന്ന ചില കണ്ടന്റുകൾ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഏറെ ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്ക് പേജുകൾ, ഇൻസ്റ്റഗ്രാം പേജുകളൊക്കെ പരിശോധിച്ചാൽ അവയ്ക്ക് എത്രയോ പിന്തിരിപ്പനായ ആശയങ്ങൾ, ഇത്തരം തെറ്റായ പ്രവണതകളിലേക്ക് അവരെ നയിക്കാൻ കഴിയുന്ന ആശയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സിനിമകൾ അടുത്ത കാലത്തായി പങ്കുവെക്കുന്ന ആശയങ്ങൾ തുടങ്ങി നമ്മുടെ സമൂഹത്തിലാകെ ചില ബുദ്ധിജീവികൾ ഉൾപ്പെടെ ആളുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയയുടെ ഒരു തലമുണ്ട്. ആ തലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ളൊരു ശ്രമം വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഈ തലം ബ്രേക്ക് ചെയ്യാതെ, കുട്ടികൾക്കൊരു സാമൂഹ്യ ബോധം പകർന്നു കൊടുക്കാതെ ഇതിനെ പൂർണ്ണമായി നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലാണ് SFI ഈ വിഷയങ്ങളെ ആകെ സമീപിക്കുന്നത്. അതിനകത്ത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഇത് ആരുടെയെങ്കിലുമൊക്കെ തലയിലിട്ട് രക്ഷപ്പെടാനുള്ളൊരു പ്രതീതി അല്ലെങ്കിൽ ഒരു നീക്കം ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളൂ. വളരെ വിഷമകരമാണ്. ഇപ്പോൾ ഈ വിഷയങ്ങളാകെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് SFI പ്രതികരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ കൺമുന്നിലുണ്ട്. ഞങ്ങൾ വളരെ ആഴത്തിൽ ഈ വിഷയങ്ങളെ പഠിച്ച് ഇത് ഒഴിവാക്കാൻ ആവശ്യമായത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. എന്നാൽ അതിനു പകരം വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം UDF കൺവീനറായ MMSന്റെ ഒരു പ്രസ്താവന നമ്മുടെ ശ്രദ്ധയിൽ വന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഇരിക്കുന്ന കസേരയെങ്കിലും അദ്ദേഹം ആലോചിക്കേണ്ടതായിരുന്നു. പ്രതിപക്ഷ നേതാവ് പഴയ കേസുകാരനൊക്കെയാണ്, ശരിയാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് 1, 2, 3 എന്നെണ്ണിയിട്ടാണ് പ്രതികരിക്കുന്നത്. SFI നടത്തിയ എന്തെല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. ആ 3 കാര്യങ്ങളിലും ഞങ്ങൾക്ക് നല്ല വ്യക്തമായ മറുപടിയുണ്ട്. ആ പറഞ്ഞ 3 കാര്യങ്ങളും പൊതുസമൂഹം നന്നായി ചർച്ച ചെയ്തതാണ്. ആ 3 കാര്യങ്ങളിലും SFIയുടെ പേര് CBI പോലും വിചാരിച്ചിട്ട് എഴുതി ചേർത്ത് വെക്കാൻ കഴിയാത്ത 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പോഴും SFI ആക്രമിക്കാൻ വേണ്ടി ഇദ്ദേഹം തയ്യാറാവുന്നു. എന്തുമായിക്കോട്ടെ, ഈ ഗീബൽസിനെ പോലെ നുണ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ കേരളത്തിൽ ക്ലച്ച് പിടിക്കാമെന്ന് കനകൂലു ചിലപ്പോൾ VD സതീശന് ഉപദേശിച്ചിട്ടുണ്ടാവാം. അത് അവരുടെ ആഭ്യന്തര വിഷയം. പക്ഷേ VD സതീശന്റെ രാഷ്ട്രീയ നിരാശ, ഇന്ന് കോൺഗ്രസിനകത്ത് VD സതീശൻ അനുഭവിക്കുന്ന രാഷ്ട്രീയ നിരാശ തീർക്കാൻ SFIക്ക് നേരെ അദ്ദേഹം വരേണ്ട കാര്യമില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലാണ് ഇരിക്കുന്നതെങ്കിൽ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇത്തരം വിഷയങ്ങളിൽ സമീപനം സ്വീകരിക്കണം. കാരണം ഒരുപാട് മഹാന്മാരിരുന്ന കസേരയിൽ, VS ഉൾപ്പെടെ ഒരുപാട് മഹാന്മാരിരുന്ന കസേരയിൽ അദ്ദേഹം കയറി ഇരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിലെങ്കിലും അദ്ദേഹം ഞങ്ങളെ രാഷ്ട്രീയമായി ആക്രമിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിനകത്തൊന്നും ദിവസമില്ല. അദ്ദേഹം എത്രയോ നാളായി ആക്രമിക്കുന്നു, കോൺഗ്രസ് എത്രയോ നാളായി ആക്രമിക്കുന്നു, KSU ആക്രമിക്കുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പോഴും ക്യാമ്പസിൽ ഇങ്ങനെ ഞങ്ങൾ അടിയുറച്ച് നിൽക്കല്ലേ. പക്ഷെ ഇത്തരം സമൂഹത്തെ ആഴത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളിൽ കുറെ കൂടി നല്ല അവധാനത്തോടുകൂടി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറാവണം. ഇപ്പോൾ SFI ഇതിനെതിരെ സ്വീകരിക്കുന്ന ക്യാമ്പയിനിൽ പൊതുസമൂഹത്തിന് മുന്നിലില്ലേ? നിരന്തരമായി ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ഇപ്പോൾ തിങ്കളാഴ്ച മുഴുവൻ ക്യാമ്പസിൽ ഞങ്ങൾ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം ഇത് ആ വിദ്യാർത്ഥികളോട് അവസാനിക്കുകയല്ല, ക്യാമ്പസുകളിൽ ഞങ്ങൾ വിജിലൻസ് സ്ക്വാഡുകൾ രൂപീകരിക്കാൻ വേണ്ടി പോവാണ്. എന്തിനാണ് വിജിലൻസ് സ്ക്വാഡ് രൂപീകരിക്കുന്നത്? ഈ മയക്കുമരുന്ന് മാഫിയ ക്യാമ്പസിനകത്തേക്ക് കടന്നു വരാതിരിക്കാൻ ആവശ്യമായ ജാഗ്രത ഞങ്ങൾ പുലർത്തുന്നത്. ഒരു കാര്യം അടിവരയിട്ട് ഞങ്ങൾ പറയാം, ഈ മയക്കുമരുന്ന് മാഫിയയെ ക്യാമ്പസിൽ നിന്ന് അകറ്റി നിർത്താൻ നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ മാർഗങ്ങളും ക്യാമ്പസിനകത്ത് ഞങ്ങൾ സ്വീകരിക്കും. അതിന് ഏതറ്റം വരെ SFIക്ക് പോകേണ്ടി വന്നാൽ ആ അറ്റം വരെ പോകും. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ, ഇപ്പോൾ SFI സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വയനാട്ടിൽ നിന്നുള്ള അപർണ ഗൗരി ആക്രമിക്കപ്പെട്ടത് എന്തിന്റെ പേരില്ല? ഈ മയക്കുമരുന്ന് മാഫിയ പ്രതിരോധിച്ചതിന്റെ പേരില്ല. അപ്പോൾ അപർണ ഗൗരി അടക്കമുള്ള SFI സഖാക്കൾ നടത്തിയ പ്രതിരോധം ഞങ്ങൾ ഇപ്പോഴും ക്യാമ്പസിനകത്ത് തുടരുകയാണ്.
ആ SFI എന്തെല്ലാമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഈ വിഷയത്തിൽ ഉൾപ്പെടെ കൂട്ടിക്കെട്ടി പൊതുവായി ഈ വിഷയത്തിനകത്തുണ്ടാകുന്ന അല്ലെങ്കിൽ മയക്കുമരുന്നിനും മദ്യമാഫിയക്കെതിരായി ഉണ്ടാകുന്ന ഒരു മൂവ്മെന്റിനെ തകർക്കാൻ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ശ്രമിക്കരുത്. പ്രതിപക്ഷം ക്രിയാത്മകമാവണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, അതൊക്കെ അവർ ഇഷ്ടമാണ്. പക്ഷേ പ്രതിപക്ഷം നശീകരണ സ്വഭാവം പൂർണ്ണമായി അവസാനിപ്പിക്കണം. പ്രതിപക്ഷം ആ നിലയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറെ കൂടി അവധാനതൊരു വിഷയം സമീപിക്കണം. അദ്ദേഹം ഞങ്ങളെ ഉപദേശിക്കാനൊന്നും ഞങ്ങൾക്ക് വിരോധമൊന്നും, പക്ഷേ അദ്ദേഹം ഞങ്ങളെ ഉപദേശിക്കുന്നതിന്റെ 10-1 സമയം മതി KSUക്കാരെ ഉപദേശിക്കാൻ വേണ്ടി. ഇപ്പോൾ ഞങ്ങൾ ഈ നാണയത്തിലാണ് തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്നത്, അല്ലെ ഇങ്ങനെ തിരിച്ച് KSUവിനെതിരെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കള്ളല്ലോ, യഥാർത്ഥത്തിൽ വസ്തുതയെ മുന്നോട്ട് വന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ തിരിച്ചു പറയാൻ വേണ്ടി തുടങ്ങിയാൽ എന്താ അവസ്ഥ? ചർച്ച എങ്ങോട്ടാ പോവുക? ഇപ്പോൾ ഇടുക്കിയിലെ KSUവിന്റെ ജനറൽ സെക്രട്ടറിയെ പിടിച്ചത് കഞ്ചാവുമായി പോയതിന് പേരിലല്ലേ പിടിച്ചത്? ഞങ്ങളെ ഉപദേശിക്കുന്നതിന്റെ 10-1 സമയമുണ്ടല്ലോ, ഫോൺ കോളിൽ കൂടി വിളിച്ചിട്ട് ആ കുട്ടിയൊന്ന് ഉപദേശിച്ച് നീ വഴിക്കൊന്നും പോരെന്ന് പറയാൻ. ആ കുട്ടി സപ്ലയർ ആയിരുന്നോ അതോ കാരിയർ ആയിരുന്നോ എന്ന് VD സതീശൻ തിരക്കിയിട്ടുണ്ടോ? KSUവിന്റെ ക്യാമ്പ് നെയ്യാർ ഡാമിൽ നടക്കുമ്പോൾ ആ KSUവിന്റെ ക്യാമ്പിനകത്ത് നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അവർക്ക് മദ്യം സപ്ലൈ ചെയ്തത് കോൺഗ്രസ് ആണോ അതോ യൂത്ത് കോൺഗ്രസ് ആണോ അതോ KSUകാർ തന്നെ കൊണ്ടുവന്ന മദ്യമാണോ മയക്കുമരുന്നാണോ ഉപയോഗിച്ച് അദ്ദേഹം വിളിച്ച് തിരക്കിയിട്ടുണ്ടോ?